മറ്റാരുണ്ട് LDF അല്ലാതെ? പാലക്കാട് ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥി PK ശശിക്കെതിരെ LDF നാമനിർദ്ദേശ പത്രിക ഫോറത്തിൽ നൽകിയ പേരിലും വയസ്സിലും കൃത്രിമം കാട്ടിയെന്ന് LDF മണ്ഡലം കമ്മിറ്റി. PK ശശിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലുള്ള പേര് ശശിധരൻ PK എന്നാണ് എന്നും പേരിൽ മാറ്റം വരുത്താൻ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്തതായി വിവരമില്ല എന്നുമാണ് ആരോപണം. സ്കൂൾ സർട്ടിഫിക്കറ്റിലെ ജനനത്തീയതിയിലും കൃത്രിമം കാണിച്ചുവെന്നും LDF നേതാക്കൾ ആരോപിച്ചു. നമ്പർ പ്രകാരം ശശിധരൻ PK എന്ന പ്രഭാകരൻ ശശിധരൻ എന്നാണ് ഇപ്പോൾ PK ശശി എന്ന് വിളിക്കുന്നത്. സായികുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. സായി, കൗതുകമാണ്, ജാതകം വരെ അറിയാവുന്ന ഒരു ക്യാമ്പിൽ നിന്ന് ഇറങ്ങി ഇപ്പുറത്ത് നിൽക്കുകയാണല്ലോ. അപ്പൊ സ്വാഭാവികമായും ആരോപണങ്ങൾ ഏതൊക്കെ ആയുധം ഉപയോഗിക്കാമെന്ന് LDF തന്നെയായിരിക്കും അറിയാവുന്നത്. മാത്രമല്ല, പക്ഷേ ഈ നോമിനേഷൻ കൊടുക്കുമ്പോൾ ഇത്തരം ഡോക്യുമെന്റുകളൊക്കെ കൊടുക്കില്ലേ സായി? തീർച്ചയായും അത് ഒറ്റപ്പാലത്ത് വാശിയേറിയ മത്സരമാണ്. CPM-ന്റെ അഭിമാന പ്രശ്നം കൂടിയാണ് അവിടെ നല്ല മാർജിനിൽ വിജയിക്കുക എന്നുള്ളത്. അവിടെ എതിർ സ്ഥാനാർത്ഥിയായ PK ശശി CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിരുന്നു. അതുകൊണ്ട് ആ വീറും വാശിയും എല്ലാം ഇപ്പോൾ ഈ പ്രചാരണ സമയത്ത് കാണുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ജില്ലയിലെ CPM-ന്റെയും LDF-ന്റെയും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് പരാതിയുമായി വന്നിട്ടുള്ളത്. അതായത് PK ശശിയുടെ നാമനിർദ്ദേശ പത്രികയിൽ പേരിലും വയസ്സിലും കൃത്രിമം കാട്ടി എന്നുള്ള പരാതിയാണ് LDF നേതാക്കൾ ഉന്നയിക്കുന്നത്. പറയുന്ന ഇങ്ങനെയാണ്: ശശി പഠിച്ച കുലുക്കല്ലൂർ VAUP സ്കൂളിലെ സർട്ടിഫിക്കറ്റിലുള്ള അദ്ദേഹത്തിന്റെ പേര് ശശിധരൻ PK എന്നാണ് LDF നേതാക്കൾ പറയുന്നത്. ആ പേരിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ നിലവിലുള്ള നിയമപ്രകാരം അത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആയി പുറത്തിറക്കണം. പക്ഷെ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയതായി അറിയില്ല, അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയതായി വിവരമില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. അതോടൊപ്പം തന്നെ പാസ്പോർട്ടിലും ശശി കൃത്രിമം കാണിച്ചു എന്നൊരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ജനനത്തീയതിയിൽ കൃത്രിമം കാണിച്ചു. ഇങ്ങനെ സർട്ടിഫിക്കറ്റുകളിൽ ഈ പേരുമായി ബന്ധപ്പെട്ട് വലിയ കൃത്രിമം നടന്നിട്ടുണ്ട്. അത് യഥാവിധിയുള്ള നിയമങ്ങൾ പാലിച്ചല്ല. അതുകൊണ്ട് ഇത് നിയമപ്രകാരം തന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് LDF നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് ഇപ്പോൾ LDF നേതാക്കൾ പരാതി നൽകിയിട്ടുള്ളത്. ശരി സായികുമാർ.